ധന്യ, ഈ അഫാൻ ഇപ്പോൾ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. പോലീസുകാർ കാണാതെ ശുചിമുറിയിൽ കയറിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ വെന്റിലേറ്ററിലാണ്. നിരവധി പേരെ കൊലപ്പെടുത്തി. ഒപ്പം അത്തരത്തിലുള്ള ഒരു പ്രതി കൂടിയാണ് അഫാൻ. എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ? അഫാൻ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 15:45 പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതായത് ഈ ഞായറാഴ്ചകളിൽ ജയിലിൽ ഒരു പതിവുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിച്ച പ്രതികളുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് അവരെ മാനസികമായി ഒന്ന് സ്റ്റെബിലിറ്റി ആക്കാനായി ചില കാര്യങ്ങൾ ജയിലിൽ കാണിക്കും. ഇന്നും അത്തരത്തിൽ ചില കാര്യങ്ങൾ നടന്നു. TV കാണിക്കലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഫാൻ ഒറ്റമുറി ഒരു ജയിലിലാണ്, അതായത് മറ്റ് കൂട്ടാളികളൊന്നുമില്ല, ഒറ്റയ്ക്കാണ് മുറിക്കുള്ളിൽ ജയിലിനുള്ളിൽ കഴിയുന്നത്. അപ്പോൾ അഫാനെ പുറത്തിറക്കിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാർ പോയിട്ട് വരുമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അവരുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയപ്പോൾ ഇയാൾ റൂമിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് ഗുരുതരമാണ് എന്നാണ് പറയുന്നത്. കാരണം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടെ അഫാനെ ചികിത്സിച്ചിട്ടില്ല. നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് ഈ കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരാൻ പോലീസുകാർ അഫാനെ മൊഴിയെടുപ്പിക്കാനായി വീണ്ടും വിളിച്ചിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് മൊഴിയെടുക്കാനായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത്, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ എങ്ങനെയാണെങ്കിലും മരിക്കും എന്ന് പറഞ്ഞു. ഇയാളെ നേരത്തെ ഈ പിടിക്കപ്പെട്ടല്ല, സ്വയം കീഴടങ്ങിയ സമയത്തും ഇടയ്ക്ക് ജയിലിൽ വെച്ച് ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്ന് അത്ര വലിയ ഗുരുതരമല്ലായിരുന്നു കാര്യങ്ങൾ. നേരത്തെ അതിനു മുൻപേ ഈ അച്ഛൻ്റെ അമ്മയെയും സ്വന്തം അനുജനെയും കാമുകിയെയും അച്ഛൻ്റെ സഹോദരനെയും ബാപ്പയുടെ സഹോദരനെയും ഭാര്യയും ഒക്കെ കൊന്നതിന് ശേഷം ഈ അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ എലിവിഷം കുടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എലിവിഷം ഉപയോഗിച്ചിട്ടും ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് പോലും ഒരു പ്രശ്നവും പറ്റിയില്ല. കട്ടിലിൽ നിന്ന് അറിയാതെ തെന്നി വീണതാണെന്നൊക്കെ മകനെ രക്ഷിക്കാൻ വേണ്ടി അവരത് പറഞ്ഞു. പിന്നീട് മകൻ രക്ഷപ്പെടില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോഴാണ് നടത്തിയത്. അത് പോയിട്ട് ഇന്നലെ 2 ദിവസം മുൻപാണ് പിതാവിന്റെ അമ്മയെ കൊന്ന കേസിൽ ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറായതും. ഇനി മറ്റ് കേസ് ഇതിൽ ദൃക്സാക്ഷികളില്ലാത്ത കേസുകളാണ്. അപ്പോൾ പോലീസിന് ഒരുപാട് കടമ്പകളുണ്ട്. കുറ്റപത്രം അത്രയും ശക്തമായില്ലെങ്കിൽ ഇയാൾ ഊരി വരാനൊക്കെയുള്ള സാധ്യതകൾ ഏറെയുണ്ട്. തെളിവുകളുടെ അഭാവം ഉണ്ട്. ചുറ്റികയൊക്കെ കണ്ടെടുത്തെങ്കിൽ പോലും അതിൻ്റെതായ ഒരു കുറവുകൾ ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾ ഇനി ജയിൽ ശിക്ഷ എന്തായാലും ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കും. വർഷങ്ങളോളം ജയിലിൽ കിടക്കാൻ ഇപ്പോഴായിരിക്കും ചെയ്തു പോയ തെറ്റിൻ്റെയൊക്കെ ആഴം ഇയാൾ മനസ്സിലാക്കുന്നു. ഒറ്റപ്പെട്ടൊരു ഒരു മുറിയിൽ ഇരിക്കുന്നു. സെല്ലുകൾ ചുറ്റും കൊലപാതക കേസുകളിലെ പ്രതികളും പീഡന കേസുകളിലെ പ്രതികളും മോഷണ കേസുകളിലെ പ്രതികളും ഒക്കെയാണ്. അപ്പോൾ ഇത്രയും നാൾ വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരുത്തൻ പെട്ടെന്ന് ജയിലിൽ ഈ പ്രതികൾക്കൊപ്പം അവിടുത്തെ ഫുഡും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ എന്താ പറയുക, തിന്ന് കൊഴുത്ത് ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും 3 നേരം ചിക്കൻ ബിരിയാണി മട്ടനും ഒക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ കാര്യത്തിലൊക്കെ ഈ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ഇടയ്ക്ക് തന്നെ പറഞ്ഞ കാര്യം, അയാളുടെ അവിടുത്തെ ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. എന്തായാലും അഫാനെ സംബന്ധിച്ചിടത്തോളം അഫാന്റെ നില ഇപ്പൊ അതീവ ഗുരുതരമെന്നാണ് പറയുന്നത്. ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഡോക്ടർമാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഊഹിക്കാം എത്രത്തോളം നില ഗുരുതരമാണ് എന്നുള്ളത്. ഈ ഇത്രയും പേരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്ന ഒരാളാണ്. നമുക്കറിയാം, ബാപ്പയുടെ അമ്മ മാല കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്നത്. ബാപ്പയുടെ അച്ഛൻ എപ്പോഴും ബാപ്പയുടെ സഹോദരൻ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ മൃഗീയമായി ചുറ്റിയേക്ക് അടിച്ച് ഫോൺ വിളി വന്നപ്പോൾ ആ ഫോൺ വിളിച്ചതിന്റെ ദേഷ്യത്തിൽ കൂടി വളരെ മാരകമായി അദ്ദേഹത്തെ മുഖം പോലും കൃത്യമായി കാണാൻ കഴിയുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും മാരകമായാണ് അദ്ദേഹത്തെ തീർത്തത്. അതുപോലെ തന്നെയാണ് ഈ ബാപ്പയുടെ സഹോദരന്റെ ഭാര്യയും ഒക്കെ. പിന്നീട് ഏറെ സ്നേഹിതനായ അനിയനെയും അങ്ങനെ തന്നെയാണ് വളരെ ക്രൂരമായാണ് തീർത്തത്. ആഹാരം വാങ്ങിക്കൊണ്ട് വന്ന അനിയൻ അത് കഴിക്കാൻ പോലും അനുമതി കൊടുത്തില്ല. അപ്പോൾ വലിയ എത്ര ക്രൂരനും ക്രിമിനൽ മൈൻഡുമാണ് ഈ 23 വയസ്സായ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത്. ഒരുപാട് വർഷമായി ബാപ്പ പ്രവാസിയായി ജീവിക്കുന്നു. അദ്ദേഹം അവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഈ കുടുംബത്തെ ഒന്ന് കരകയറ്റുന്നത്. അമ്മയുടെ മകന്റെ ആർഭാടമായ ജീവിതമാണ് ഈ വലിയ കടങ്ങളൊക്കെ വരുത്തി വെച്ചത് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ പലരുടെ ഭാഗത്തു നിന്നും വരുന്നു.
പക്ഷെ അവിടുത്തെ മഹൽ കമ്മിറ്റി ഒന്നും ഇവർക്കെതിരെ ഒരു രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചോ, അവിടുത്തെ നാട്ടുകാർ ഇവർക്കെതിരെ ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചോ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല ചില നിരോധിത സംഘടനകളുമായി അഫാന് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ചില വാർത്തകൾ അതിനിടയ്ക്ക് വന്നിരുന്നു. പിന്നെ ക്രൂരമായ കൊലപാതകം നടക്കുന്നതിന് 1-2 മാസങ്ങൾക്ക് മുമ്പ് വെഞ്ഞാറമൂട് സ്ഥലത്ത് ഈ പട്ടികളുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് നിരവധി പട്ടികൾ അങ്ങനെ നായ്ക്കൾ അങ്ങനെ മരിച്ചിരുന്നു എന്നുള്ളൊരു വിവരമൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പിന്നീട് നോക്കിയപ്പോൾ ഈ അതേ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഏതോ നിരോധിത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളുമായി ഇയാൾ പ്രവർത്തനമുണ്ട് എന്നൊക്കെ, കാരണം രാത്രി കാലങ്ങളിലാണ് ഇയാളുടെ യാത്ര മുഴുവൻ. അപ്പം അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞിരുന്നത്. രാവിലെ 11 മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിൽ എത്തിച്ചു. ഇതിനിടെയാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് ജീവൻ എടുക്കാൻ ശ്രമിച്ചത്. വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചതിനെ തുടർന്നാണ് അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് 11:25 അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിതൃമാതാവ് സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമാ ബീബി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ ഹഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങൾ നടന്നത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. ഗുരുതരമായ 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു എന്നാണ് പിന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ. നിലവിൽ മെഡിക്കൽ കോളേജ് ICUവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാന്റെ ജീവൻ നിലനിർത്തുന്നത്. അഫാന് ഗുരുതരമായ നിലയിൽ ഫിക്സ് വരുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് നില അതീവ ഗുരുതരം എന്നാണ് പറയുന്നത്. തിരിച്ച് ജീവിതത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കാരണം വന്നാലും പുറത്തിറങ്ങിയാലും ഈ കൊടും ക്രിമിനലിന്റെ ജീവിതം നമുക്കൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ, അല്ലെ? കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ശിക്ഷ തന്നെ ലഭിക്കും. അത് മാത്രമല്ല ഈ കൊന്ന അവരെ കുറിച്ചുള്ള ഓർമ്മകൾ അയാളെ ഭയങ്കരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കും. അനിയൻ അന്ന് അൽഫാമോ എന്തോ വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴിക്കാൻ പോലും സമ്മതിക്കാതെ കൊലപ്പെടുത്തി. അത്ര ക്രൂരമായ കൊലപാതകമായിരുന്നു. ആ അനിയൻ ഇത് വാങ്ങിക്കൊണ്ടുവരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് ഭയങ്കര വേദന ഉളവാക്കുന്ന ഒന്നായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഏതായാലും ഈ അഫാനെ സംബന്ധിച്ചിടത്തോളം വലിയ ശിക്ഷ കാത്തു കിടക്കുകയാണ്. ഇനിയിപ്പോൾ വെന്റിലേറ്ററിലാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത്. ഇനി ഏത് തരത്തിലായിരിക്കും ഈ അഫാന്റെ സ്ഥിതി എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ചിലപ്പോൾ കുറേ കാലം ആശുപത്രിയിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഏതായാലും അഫാന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.